Hi everyone, welcome or welcome back to my channel. My name is Ashmita and I hope you all are doing well. And yes, I could finally squeeze in some time to react to a couple of videos. So starting with Karik, of course, I wouldn't have missed it, guys. I mean, I know you guys comment that please react to the latest Karik video, but if you have been with the channel, you already know that I would eventually, even if I'm not able to, take out time to react to the video now, I would have eventually done it. Like, guys, come on, give me some credit. Why would I miss out on a character video? So this is Kala Kachi part 1 of 2. Have they announced when is the part 2 gonna release, or have they said it in the video? We'll find out, because it's like a nice 30+ minute sketch. So I'm very happy, obviously, because it's Karik. So happy that finally new sketch of theirs has released. So yes, let's not delay this any further. Let's watch it right away, huh? Oh wait, I forgot to switch on the subtitles. Okay, Kala Kachi part 1. I know a trailer has also dropped of Fahad is there on that, so I will, after this I'll record the reaction for that as well. At least 2 or 3 videos I'll record, and then, because I could find the time today. Okay, here we go, Kala Kachi. Oh man, this is making me feel hungry. Okay, Biju and Maju. The camera work is incredible, by the way. Just beautifully done. Wow. എഴുതിക്കോ in-house special. Oh, Kala Kachi. Okay, it's a dish. Okay. Nice intro. A new hairstyle, Krishna Chandra. Oh. Okay. Benny's kitchen. Here you go, sir. Wow, he looks amazing. Enjoy. Huh? What is that stuffing? Yes. ഇങ്ങ് വന്നേ. ഇതെന്തുവാടെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ദോശക്കകത്ത് മയണൈസും ക്യാബേജും ഉപ്പിലിട്ട ക്യാരറ്റും. സാർ
ഇതെന്റെ പുതിയ ഫ്യൂഷൻ ഡിഷാണ് മസാല വർമ്മ. മസാല വർമ്മയോ? അതെ സാർ, മസാല ദോശയ്ക്ക് ഷവർമയിലുണ്ടായിരുന്ന നാടൻ അറബിക് കൊളാബറേഷനാണ് മസാല വർമ്മ. സർവ്ഡ് വിത്ത് മയോണൈസ് ചമ്മന്തി, ഉമ്മു സാമ്പാർ ആൻഡ് ലവ്. ഹാ, വായി വെക്കാൻ കൊള്ളത്തില്ല. ആ, വെറുതെ അല്ല ഈ ഹോട്ടലിലാരും കയറാത്തത്. നല്ല മസാല ഒക്കെ വരും. സാറേ, സാർ He's the owner. ഗതി പിടിക്കില്ല. ബെന്നി സാർ അങ്ങനെ പറയല്ലേ. Okay, എന്റെ ഈ he's മസാല Benny. വർമ്മ ഇറ്റായി കഴിഞ്ഞാണ്ടല്ല മസാല ദോശയൊക്കെ ഫിൽ ഔട്ടായി പോകും. മിക്കവാറും ഈ ഹോട്ടൽ ഫീൽഡിൽ നിന്ന് തന്നെ ഞാൻ ഔട്ടാവും. ആ കൊള്ളപ്പലിശക്കാരൻ തമ്പാന്റെ ഇന്ന് കാശ് കടം വാങ്ങി ഇതൊക്കെ മോടി പിടിപ്പിച്ച് തന്നെ ദുബൈന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇമ്മാതിരി തോന്നിവാസം കാണിക്കാനല്ല. ഈ ഹോട്ടലിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാ. അപ്പുറത്ത് അവന്മാരുണ്ടാക്കുന്നുണ്ടല്ലോ ഒരു കലക്കാച്ചി, അതിനെ വെട്ടിക്കുന്ന ഒരു ഐറ്റം നമുക്ക് വേണം. അത് സാറ് നാടിനും കൂടി ഫ്യൂഷൻ ചെയ്യാൻ പറഞ്ഞല്ലേ. അറബിക്ക് മാത്രമാണ് ഞാൻ കിടിക്കാനേ. So they are ഫിഷ് വെച്ച് competitors. എന്തെങ്കിലും താ ട്രൈ ചെയ്യ്. ഫിഷ് ആണെങ്കിൽ നമുക്ക് ഒമാഞ്ചാള മയോണൈസ് മുക്കി പൊരിച്ചാലാ. എടോ, തനിക്ക് മയണൈസ് ഇല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലേ? ഇല്ല സാറേ, അത് പറ്റില്ല സാറേ. അറബിക്ക് സ്പെഷ്യൽ ആയണ്ടേ ഹുമ്മൂസും മയോണൈസ് ഇല്ലാണ്ട് എൻ്റെ ഒരു പരിപാടി നടക്കില്ല. Okay, they're a team. Oh, so Benny only must have told them. എന്തായി ഈ ടൂട്ടിയേറ്റ കാര്യം എന്തെങ്കിലും നടക്കായിരുന്നുണ്ടോ ബെന്നിച്ച? എനിക്കറിയാം, നീ കാര്യം പറ. ഞാൻ അവിടെ ചെല്ലുമ്പോണ്ടല്ലോ അവരുടെ മെയിൻ ഐറ്റം കലക്കാച്ചിയുടെ ചാറ്. ബെന്നിച്ചോ, എടോ, തനിക്ക് ആ കിച്ചണിലും കാണാൻ പോയി ഇരുന്നോട്. അവിടെ ഭയങ്കര ഏകാന്തതയാ സാറേ. ആളും ഇല്ല, അനക്കവും ഇല്ല, പണിയും ഇല്ല. അവിടെ പോയിട്ട് ഞാൻ എന്ത് കാണിക്കാനാ? ബെന്നിച്ച, He's saying it so like in such a chill, calm manner. അയാളോടെ കേട്ടോട്ടെ. എനിക്കെതിരെ തിരിയുന്നമാർക്കൊക്കെ മുട്ട മണി തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന എല്ലാവർക്കും നല്ലത്. ആ, താൻ കാര്യം പറ. ഞാൻ അവിടെ ചെന്നപ്പോഴേ അമ്മയുടെ മെയിൻ ഐറ്റമായ കലക്കാച്ചിയുടെ ചാറ് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. ബെന്നിച്ചൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു കലക്കിയിട്ടുണ്ട് അതിൽ സാധനം. ഇത് കഴിച്ചവൻ്റെയൊക്കെ വയറ് വിത്തിൻ 30 മിനിറ്റ്സ് കലങ്ങിയിരിക്കും. എല്ലാം എണ്ണം തൂറി മെഴുകും. Oh man. കേട്ടിട്ട് തന്നെ കൊതിയാവും. എന്താടോ എന്തൊക്കെ ദുഷ്ടത്തരാണ് സാറ് സാറ് ചെയ്ത് കൂട്ടണത്? ബെന്നിച്ച, പിന്നെ എന്തുകൂടെ ഉണ്ട്? അവന്മാരെ ഇവിടെ ഇട്ട് വളർത്തണോ? ഈ ഹോട്ടലിലേക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി വരുത്തിച്ചേ ഞാൻ ആ ചേട്ടനെ അനിയനെ. എന്നിട്ട് അവന്മാരെന്തോ ചെയ്ത് വേറെ കട തുടങ്ങിയിട്ട് എന്താ കച്ചവടം വെട്ടിപ്പിടിക്കാൻ നോക്കുന്ന അവന്മാരെ ഞാൻ ഉമ്മ നോക്കണോ? അങ്ങനെ കണ്ട വരുത്തന്മാർ ഇവിടെ വന്ന ആളാവണ്ട. ആവണ്ട. അവന്മാരുടെ കടയിൽ നിന്ന് പൂട്ടും. പൂട്ടി ഈ ടൂട്ടി പൂട്ടി. അവന്മാരുടെ കലക്കാച്ചി കഴിച്ചവന്മാരെല്ലാം കൂടി ഇന്ന് അവന്മാരെ ഇടിച്ച് ചളുകാച്ചിയാക്കും. പിന്നെ ഇവിടെ വൻ ബിസിനസ് ആയിരിക്കും. ഇന്ന് തിരിയാൻ സ്ഥലം കാണത്തില്ല. പിന്നെ ചിലവന്മാരുടെ ഏകാന്തതയൊക്കെ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. വൻ ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ ഒരു ചെമ്പ് കുഴിമന്തി ഉണ്ടാക്കി. അതൊരു കുഴിമന്തി മൂടേണ്ടി വന്ന്. അത് വല്ല പാവങ്ങൾക്കും കൊടുത്തിരുന്നെങ്കിൽ അവർക്കൊരു ഹെൽപ്പാവില്ലായിരുന്നു സാറേ. അങ്ങനെ ഇവിടെ ബാക്കി വന്ന ഫുഡ് കണ്ട പാവങ്ങൾക്ക് ഉണ്ടാക്കാൻ പോയ ഞാൻ അവന്മാരെ ഞാൻ ഇവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കി. കാശില്ലാത്തവന്മാരങ്ങനെ ഓസിന് വന്ന് തിന്നണ്ട. വേണ്ട, കാശുള്ളവന്മാര് കഴിച്ചാൽ മതി. മതി. വെറുതെ ഇവിടെ ആരും കുടം പിടിക്കാതെ പോടാ തൂറ്റി. ബെന്നിച്ച എന്റെ കൈ ധരിക്കുന്നു. പൊട്ടിക്കട്ടെ ടൂട്ടി. ഇപ്പൊ അവനെ ഒന്നും ചെയ്യണ്ട. Tutti. അവനെ കൊണ്ട് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അവന്റെ കൈയും കാലും നമുക്ക് തല്ലി പിടിക്കാം. ഓക്കേ. Tamban. ആ തമ്പാച്ചനെ കാശ് കൊടുക്കാൻ തന്നെ വിളിക്കുക. ബെന്നിച്ച, ഫോൺ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആൾക്കാരെല്ലാം കൂടി കൊണ്ടുവരും. ഫോൺ എടുക്കുന്നില്ലേ ബുദ്ധി. തമ്പാച്ച, ഇവിടെ ഇച്ചിരി ടൈറ്റ് ആയി പോയതുകൊണ്ട് എത്തിക്കാം, ഉടനെ എത്തിക്കാം. എന്നാലേ എന്റെ കാശും കൊണ്ട് തന്നേച്ച് എന്റെ വണ്ടി എടുത്തോണ്ട് പൊക്കോ. എന്റെ പിള്ളേര് നിന്റെ വണ്ടി Oh. He looks amazing. Isn't he the same guy? തമ്പാച്ച, ഇത് എന്നാ പരിപാടി കാണിക്കുന്നത്? കാശ് ഞാൻ എത്തിക്കും എന്ന് കരുതി ആളില്ലാത്ത കരുതി വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുക്കാന്ന് വെച്ചാൽ തമ്പാച്ചന്റെ വീട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ തമ്പാച്ചനെ ഇഷ്ടപ്പെടും. നിനക്ക് അത്ര ധൈര്യം ഉണ്ട്? In rock paper scissors, right? The police officer. Oh, he looks amazing. Like really good makeup. And this entire production feels extremely different. Like I think this is the best one in terms of their production. I feel this is even better than Star.
ഉണ്ടേ നീ ഒന്ന് ചെയ്തു നോക്ക്, അപ്പ അറിയാം. തമ്പാച്ച അതല്ല പറഞ്ഞത്. അതെന്റെ അപ്പൻ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടിയാ. അതെന്റെ അപ്പന്റെ ഓർമ്മയാ. അത് ആ വണ്ടിയിലും ചെയ്യല്ലേ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്റെ കാശ് ഇവിടെ കിട്ടിയില്ലേ, നിന്റെ തന്തയുടെ ഓർമ്മ നിന്റെ വീട്ടിന്റെ മുറ്റത്തിട്ട് വെട്ടിപ്പൊളിച്ച് പെട്രോൾ ഒഴിച്ച് ഞാൻ കത്തിക്കും. തമ്പാച്ച ഹലോ ഹലോ, എന്നെ പറ്റിച്ച ആ തമ്പാച്ചന്റെ ആളുകൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോയി. കാശ് കൊടുത്തില്ല കത്തിക്കുന്നാ പറയുന്നത്. ഓഹോ, ആ വൃത്തികെട്ടവൻ പറഞ്ഞ പോലെ ചെയ്യും. ആകാശം കൊടുത്തി വൈകുന്നേരത്തിനുള്ളിൽ ഇത്രയും കാശ് ഞാൻ എവിടെ നിന്നുണ്ടാക്കാൻ? എവിടുന്നേലും ഒപ്പിക്ക്. ഇങ്ങേർക്കിത് എന്നാത്തിൻ്റെ കേടോ. നോക്കപ്പാട് കുറച്ച് സാധനങ്ങൾ ഇവിടെ ബാക്കിയുള്ളൂ. ഇന്ന് ഞാൻ ശരിയാക്കി തരാം. എന്തുവാടി? നമ്മുടെ ഉരുളി എന്തിയേ? ആ, നമ്മുടെ ഉരുളി. എടി, നമ്മുടെ പടിഞ്ഞാറ്റല്ലേ സണ്ണിച്ചനില്ലയോ, പുള്ളിയുടെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ എല്ലാവരും കൂടെ ചിക്കൻ കറി വെച്ച് കൊടുക്കാൻ നല്ല പാത്രമില്ലെന്ന്. നമ്മുടെ ഉരുളി ഇവിടെ കാലങ്ങളായിട്ട് പണിയൊന്നും ഇല്ലാണ്ടിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ തൽക്കാലം അതൊന്നെടുത്ത് കൊടുത്തു. ആര് പറഞ്ഞതോട് പണി ഇല്ലാണ്ടിരിക്കായിരുന്നു? മിഞ്ഞാന്ന് കൂടി ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചായിരുന്നു ഒരു പായസം വെക്കണമെന്ന്. മിനിഞ്ഞാന്നു? അതിന് ഞാനതെടുത്ത് കൊടുത്തിട്ട് ഒരു മാസമായിരുന്നു. ഒരു മാസോ? ഓ, എന്നെ മിനി എന്തോ ചുമ്മാ പിടയ്ക്കാതെ. ഞാൻ അതിങ്ങനെ എടുത്തോണ്ട് വരാം. എന്തായാലും നമ്മുടെ പുട്ടുകുറ്റി എടുക്കാൻ ഞാൻ അതുവരെ പോകുന്നുണ്ട്. He keeps giving സണ്ണിച്ചന്റെ അളിയച്ചാരി their stuff to people, huh? ഭയങ്കര ഇഷ്ടമാണ്. അതിന് അതിന് അല്ല, അവിടെ പുട്ടുകുറ്റി ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എടി, അതിന് നിനക്ക് പുട്ട് ഇഷ്ടമല്ലല്ലോ. എടി, എറിയല്ലേ. ഞാൻ എറിയും. എടി, നിനക്ക് എന്തോ നാട്ടുകാർ കാണുമെന്ന്. കാണട്ടെ. എടി, നിന്റെ നടുവെട്ടു. നടുവെട്ടിട്ട് എന്നാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ അടങ്ങുള്ളൂ. ആണ്ട് ജോസി മക്കളുടെ താഴെ. നിങ്ങളുടെ വെളിച്ചൊന്നും എന്റെ അടുത്തിരിക്കണ്ട. എടി, തിരിഞ്ഞു നോക്കടി, ആണ്ട് ജോസി മക്കളുടെ താഴെ. ആ ജോസി, അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ആണോ? ഉറപ്പാണോ? ജോസിയും കയറി വാ. ഞാൻ വിചാരിച്ചേ നിങ്ങളെന്തോ വഴക്കാണെന്ന്. എന്ത് വഴക്ക്? ഇതൊക്കെ ഇവിടെ പതിവാന്ന്. സിബിച്ചന്റെ കാര്യം അറിയാലോ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു ഒട്ടനെ അങ്ങോട്ട് എടുത്തു. എന്തിനാ സിബിച്ചനെ മാത്രം പറയുന്നത്? ഈ വാങ്ങിക്കൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ടേ? തിരിച്ചു ചോദിച്ചാൽ പോലും തരത്തില്ല. നാണം കെട്ടവൻ. മിനിഞ്ഞാന്നുണ്ടായ കോടാലി ഞാൻ കൊണ്ടുവന്നേരാട്ടോ. ഞാനേ ഇന്നലെയും കൂടി എടുത്തു വെച്ചതാ. ഈ തിരക്കിന്റെ ഇടയിൽ മറന്നു പോവാന്നേ, അതാ. അയ്യോ, അത് ജോസിനെ പറ്റി പറഞ്ഞല്ല. അതെനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ പോയിട്ട് ഒരു ചായ എടുത്തിട്ട് വരാം. ആ, നീങ്ങി വന്നു. So Jeevan's character Shibi is like really nice. He can't say no. He basically cannot say no, even if he wants to, I'm guessing. കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലടാ. എന്തുവാടാ കാശിന്റെ കാര്യം? ആ, അത് പറയാനാ ഞാൻ വന്നേ. Oh. കുറച്ച് കാശ് ഒത്തുണ്ട്. നിനക്ക് ആ മുട്ടയ്ക്കാൻ വരെ ഒന്ന് പോകാൻ പറ്റും? അതിനെന്നാ, ദൂരം ഒന്നും ഒരു പ്രശ്നമില്ല, ഞാൻ പോവാം. ആ, അങ്ങനെയാണെങ്കിൽ ആ മുട്ടയ്ക്കാൻ ജംഗ്ഷനിൽ ഒരു ട്രാവൽസ് ഇല്ലേ, നമ്മുടെ മെഡിക്കൽ ഷോപ്പിന് അപ്പുറത്തുള്ള. ആ, അവിടുത്തെ വിൽസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ചെന്ന് ചോദിച്ചാൽ അത് ഒരു 50,000 രൂപ തരും. നീ എന്നൊരു സൗകര്യം പോലെ എനിക്ക് തിരിച്ചു തന്നാൽ മതി. 50 എങ്കിൽ 50. എടാ, തമ്പാം ഫിനാൻസുകാർ ആൾക്കാർ ഇന്ന് വരും കാശ് മേടിക്കും. അവന്മാരാണ് ഈയിടെയായിട്ട് ഭയങ്കര വിഷയമാണ്. ഇന്ന് നീ കാശും കൂടെ അറേഞ്ച് ചെയ്തില്ലായിരുന്നു, ഞാൻ പെട്ടുപോയനോട്. എന്താടാ, നീ എന്തായാലും വിൽസിനെ കാണാൻ പോകണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, അവൻ്റെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അതൊന്ന് കൊണ്ടേ കൊടുത്തേ. അതിനെന്നാ, നീ ഇങ്ങെടുത്തോ. അല്ല, അത് ഇപ്പം എൻ്റെ ഇല്ല. ഞാനത് സോണിയുടെ കൊടുത്തുവിടാം. നീ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ബിജു മജു ഹോട്ടലിൽ അവിടെ ഒന്ന് കണ്ടാൽ മതി. ഞാൻ വിളിച്ചു ആ, പറഞ്ഞു. ഞാൻ മേടിച്ചോളാം. അപ്പൊ നിന്റെ കാര്യങ്ങൾ എടാ, അവളിപ്പോ ചായട്ടുണ്ട് വരും. എന്റെ ചായ കൊണ്ട് നീ കുടിച്ചോ, നല്ല ക്ഷീണം കാണില്ലേ. ഞാൻ ജോസിയെ, ചായ. പോയിട്ട് സിബിച്ച, കാശിന്റെ കാര്യം എന്തായി? ജോസി എന്നാ പറഞ്ഞേ? അവനൊരു 50,000 രൂപ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ മുട്ടയ്ക്കാൻ വരെ പോയി മേടിക്കണം. Oh. അല്ല സിബിച്ച, അവന്മാരൊന്ന് This is turning out to be a very interesting plot. Like, I'm still trying to figure out what is the conclusion. Of course, we'll find it in part 2, but still trying to figure out where the story is going. So he needs the money. So he also needs to pay Thamban. Sabrisha's character, Benny, also needs to pay him. So, okay. വരുമ്പോ 50,000 രൂപ കൊടുത്താൽ അവന്മാർ ഒതുങ്ങോ? ഒതുക്കും. ആ, സിബിച്ച, ഓ, പറഞ്ഞു നോക്കാടി. എത്ര 1000 രൂപയെ പലിശന്ന് മാത്രം പറഞ്ഞു കൊടുക്കുന്നേ? ഇനി ഇത് കൊടുത്താലും ഇനിയും കൊടുക്കണ്ട 1.5 ലക്ഷം രൂപ. എല്ലാത്തിനും കാരണം ആ കള്ള കാലമാടം മോനായ പരട്ട നാറി പന്ന പിശാച്. ഒന്നുമില്ലല്ലോ, അവൻ നിന്റെ കൂടപ്പുറപ്പല്ലിയോടി. കൂടപ്പുറപ്പാ അവനാ? ആ ബോധം അവനും കൂടി വേണം. കള്ള ഫ്രോഡ്. എടി, അവൻ ആ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി ഗൾഫിൽ പോയി രക്ഷപ്പെട്ടോളാം, വിസ എടുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ തമ്പാം ഫിനാൻസിൽ നിന്ന് ഇല്ലാത്ത കാശ് കടം മേടിച്ചു കൊടുത്തു. ഞാൻ വിചാരിച്ചു എന്നിട്ട് അവൻ രക്ഷപ്പെട്ടല്ലോ. നമ്മളെയും പറ്റിച്ച് നമ്മുടെ കാശും കൊണ്ടുപോയാ മുങ്ങി അനുഭവിക്കാൻ നമ്മളും. അവനെ കൊണ്ടല്ലോ സിബിച്ച പുഴുത്ത് നാറി വെള്ളം എന്റെ മിനി രാഗാതെ.
വേണേ നമുക്ക് അവനായിട്ട് 2 പൊട്ടിക്കാം. അങ്ങനെയാണെങ്കിൽ കുഞ്ചിരത്തി കൂപ്പിലിട്ട് ഇടിക്കണേ. ആ ഇടിക്കാം. അല്ലെങ്കിൽ എന്റെ മിനി പറഞ്ഞ് എന്തെങ്കിലും ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ മേടിച്ചു തരും. അതെന്നാത്തിന് അവനെ ഇടിച്ചു കൊല്ലാനോ? അല്ല, അത് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ വല്ല കളക്ഷൻ ഏജന്റ് ജോലിക്ക് പോയാൽ നമുക്കൊരു വരുമാനമാവില്ലേ? അത് പിടി. വണ്ടിയൊക്കെ മേടിച്ചു തരാം. എന്നിട്ട് നീ നിന്റെ ആങ്ങളെപ്പോലെ എന്നെ പറ്റിക്കൂ. പോടുന്നത് സിപ്പിച്ചന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാത്ത. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, നമ്മുടെ പ്രശ്നമൊക്കെ ഒന്ന് തീരട്ടെ. അത് സെക്കൻഡ് ഹാൻഡ് എന്നതിനാക്കുന്നു. ഫസ്റ്റ് ഹാൻഡ് സ്കൂട്ടർ ഞാൻ എനിക്ക് മേടിച്ചു തരത്തില്ലയോ? ഞാൻ കഴിക്കാൻ എടുക്കട്ടെ? എന്തുവാ കഴിക്കാൻ? ഇഡലി. ഇഡലിയും വേണമെങ്കിൽ പഞ്ചാര. വേണമെങ്കിൽ പഞ്ചസാര. അപ്പൊ ഞാനിന്നലെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി എന്ത് ചെയ്യും? അത് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാവിലെ എനിക്ക് വിശന്നപ്പോ ഞാനെടുത്ത് കഴിച്ചു. അടുത്ത പ്രാവശ്യം ഞാൻ ചിക്കൻ കറി Who ഉണ്ടാക്കട്ടെ. has idli and sugar? Is it a good combo? I mean, I have never tried it. കാണിച്ചു തരാം. മഴ പെയ്യുന്നു, കേറി പൊടിയാത്ത്. അയ്യപ്പോ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട നിന്റെ ഇതൊന്നും പഞ്ഞാരി. Oh, okay. Oh, he looks so intimidating. Amazing. വല്യമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി മമ്മി തന്നു വിട്ടതാ. ഞാനിപ്പോ തമ്പാച്ച, ആ കൗൺസിലറെ കുത്തിക്കേസിൽ തമ്പാച്ചനൊരു സാക്ഷി പറഞ്ഞവരും അവൻ നമ്മൾ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഒല്ലൂരുള്ള അവന്റെ ഒരു ബന്ധു വീട്ടിലുണ്ടാവൻ. എന്താ ചെയ്യണ്ടേ? ഒല്ലൂര് നമ്മുടെ ഏരിയ ആണ്. നമുക്ക് അവിടെ ഇഷ്ടം പോലെ ടീമുണ്ട്. ഈസി ആയിട്ട് പോക്കാം. തമ്പാച്ചാരെ സാക്ഷി പറയാൻ ഒരു ധൈര്യം നമുക്ക് 4 പേർക്ക് ഇപ്പൊ തന്നെ വിട്ടാലോ? നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെയുള്ള നമ്മുടെ പിള്ളേരെ വിളിച്ചിട്ട് അവൻ്റെ കൈയും കാലും തല്ലി ഓടിച്ചേച്ചി കൊണ്ടുവരാൻ പറ. അവനോട് ഞാൻ ചോദിക്കാം അപ്പോൾ എന്നെ കണ്ടിട്ടാ സാക്ഷി പറഞ്ഞേന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞേപ്പിച്ച കാര്യങ്ങൾ നടക്കട്ടെ. പൊക്കോ. ശരി. Okay. ബന്ധവും പറഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങാതെ വല്ലതും നക്കി വെച്ച് പൊക്കോണം. ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നെ ഇവിടെ കണ്ട എൻ്റെ കൈ ഞാൻ Dude, he's scary, huh? Really? Really good acting. I don't know his name though. Please let me know. പോളെ ആ വല്യമ്മി, ഈ കൊലയും ചോന്നുകൊണ്ട് വന്നെ നടുടിഞ്ഞ്. ഇതെന്താ കൊലയ്ക്കായിട്ട്? നമ്മുടെ പറമ്പുണ്ടായതാ. നിനക്ക് വരുമ്പോ നിന്റെ മമ്മീനെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നിടായിരുന്നോ? ഞാൻ എത്ര ആളായി നമ്മളൊന്ന് കണ്ടിട്ട്. വല്യമ്മയ്ക്ക് വല്യമ്മയുടെ അനിയത്തിനെ കാണണമെങ്കിൽ അവിടെ വന്ന് കാണണം. ഞാൻ ഇനി മമ്മിയും കൂട്ടി ബസ് കയറി വരുമ്പോഴേക്കും പുള്ളിക്കാരി ഛർദ്ദിച്ചൊരു പരിവാവും. എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് പണി? നീ ഇത്ര നാൾ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടടാ? ചേടാ, ഞാൻ ഈ തമ്പാച്ചിനെ ബന്ധുട്ട് എന്തിനീ കണ്ണി കണ്ടവരോടെ പണിക്ക് പോണേ? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? തമ്പാച്ചനോട് ചോദിച്ചാ എന്നെ കൂടെ കൂടെ എടുത്താൻ പറ ഒരാളായിട്ട്. ഞാൻ പറഞ്ഞായിരുന്നു അത് നടക്കത്തില്ലെന്ന്. ഗുണ്ടാ പണിക്ക് നടക്കുന്നു. നിനക്ക് ജീവിതത്തിൽ സന്തോഷം സമാധാനം ഒന്നും വേണ്ടേ? ജീവിതം തുലയ്ക്കാനായിട്ട് ഓരോന്ന്. പിന്നെ ഞാൻ ഗുണ്ടാപ്പണിക്ക് നടക്കാത്തോണ്ട് വീട്ടിൽ ഭയങ്കര സന്തോഷ സമാധാനല്ലേ? ആ കവലേച്ചൻ തമ്പാച്ചന്റെ ആളെന്ന് പറഞ്ഞു നോക്കി. എന്തുട്ടാ പവറ്? ദേ, ആ പവറിന് വേണ്ടി കൊണ്ടുവന്ന കൊലയാണെങ്കിലേ മോനിതോടുത്ത് ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോണം. എനിക്കിനി നിന്നെയും കൂടെ സഹിക്കാൻ മേല. ഏയ് കൊല വിടുന്നുണ്ടാ, ഞാൻ അവിടെ നിന്ന് വരെ ചുവന്നല്ലേ. നീ നിൽക്കുന്നുണ്ടോ പോവാണോ ഇന്ന്? ഏയ് എനിക്ക് പോണം. പോയിട്ട് വേറെ പരിപാടി ഉള്ളതാ. എടാ, തമ്പാച്ചൻ ഫാം ഹൗസിൽ പോയേക്കുവാ. നാളെ വരത്തുള്ളൂ. നീ വേണേ ഇന്ന് ഇവിടെ നിന്നു. അങ്ങനെയാണ് ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോണല്ലോ. അതെ, ഞാനേ പള്ളി പോ നിൽക്കുമായിരുന്നു. നീ ഇരിക്കും കേട്ടോ, ഞാൻ പോയച്ചും വരാം. Oh, that car. Benny's car. Benny's car. എടാ, ഞാൻ പള്ളി പോയച്ചു വരാം. അതെ വല്യമ്മി, ഇത് തമ്പാച്ചെടുത്ത പുതിയ വണ്ടിയാ? എനിക്കങ്ങ് അറിയാൻ മേല. ഐ എന്തുകൊണ്ടാ നടന്നു പോണേ? ഞാൻ ഈ വണ്ടിയിൽ കൊണ്ടാക്കി തരാം. ഓ വേണ്ട, ഞാൻ നടന്നു നോക്കോളാം. എനിക്കതാ ശീലം.
എടാ നീ ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഏയ് ഞാനാ And he'll definitely do something stupid. He'll definitely do it. Of course. So I think this episode is more like introduction of characters, and then in the second episode we're gonna get like more action-packed stuff, and all of their paths are going to, you know, collide, crisscross. ഹലോ മനോജ്, ഹോസ്പിറ്റലിൽ എത്തിയോ? ആ വിജയൻ സാറേ, ആ സാറേ ഞാൻ എത്തി. ആ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സാറേ പേടിക്കാവുന്നില്ല സാറേ, കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റും. ആ താനെന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ആ ശരി സാർ, ശരി. സാറേ മനോജ് സാറിനെ മറ്റുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. This completely looks like a movie. അനങ്ങി നടക്കണം അങ്ങോട്ട്. ഒന്ന് സബ്ജക്റ്റ് കൊണ്ടാക്കണമെങ്കിൽ വേറെ പണിയുണ്ട്. Okay, one is a criminal. ജയിലിൽ കൊണ്ടുവന്നൊരു ഉപദ്രവിക്കും സാറേ. ആ ചിലപ്പോൾ ഉപദ്രവിച്ചെന്ന് വരും. കക്കാൻ പോകുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞാൻ കട്ടിട്ടില്ല സാറേ. പിന്നെ മോഷ്ടിച്ച വണ്ടീൻ്റെ അടുത്ത് പറഞ്ഞു തന്നെയാണ്. അത് ഞാൻ ആ സാറുമാരോട് എത്ര തവണ പറഞ്ഞാന്നറിയോ. ഞാൻ പണിയും കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ലാസ്റ്റ് ബസ് മിസ്സായതാണ്. എന്നിട്ട് കണ്ടൊരു വണ്ടിയിൽ കൈ കാണിച്ച് കയറിയത്. എനിക്കറിയില്ലായിരുന്നു സാറേ അയാൾ വണ്ടി മോഷ്ടിച്ചുകൊണ്ടുവന്നാണെന്ന്. എന്നിട്ട് വണ്ടി മൂത്രമൊഴിക്കാൻ സൈഡാക്കിയിട്ട് പോലീസിൽ പോന്നപ്പോൾ അയാൾ ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ കള്ളാണ്. എന്തായാലും അവനെ ഞാൻ വെറുതെ വിടില്ല സാർ. അവൻ്റെ മോഹം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവനെ ഞാൻ പണി കൊടുക്കും. പണി കൊടുക്കാൻ പോയാൽ വീണ്ടും ജയിലിലോട്ട് തന്നെ തിരിച്ചു വരാം. എന്നാലും കുഴപ്പമില്ല സാർ. നിന്റെ കഥയൊന്നും കേൾക്കണ്ട. നിനക്ക് വിശക്കുന്നുണ്ട്? എനിക്ക് തൊണ്ടേതൊന്നും ഇറങ്ങില്ല സാർ. ആ എന്നാൽ എനിക്ക് നല്ല വിശപ്പുണ്ട്. രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ല. അൾസർ അടിച്ചിട്ടും പാടില്ല. മരുന്ന് കഴിക്കുന്ന സമയം Beautiful location. പെട്ടെന്ന് ഇറക്കാൻ അങ്ങോട്ട്. പൊറോട്ട ബീഫ് ഫ്രൈ ചായ. ഡിഫറെന്റ് പൊറോട്ട അല്ലേ? ദിപ്പ കൊണ്ടേട്ടാ മോനടാ ബെല്ലുവിടെ ദിപ്പ വരാം. ഇതെങ്ങനെടാ? ഇത് 2 5 ഇതൊന്നിലോട്ട്. ഓക്കെ റെഡി. നല്ല ചൂട് പൊറോട്ട ബീഫ് ഫ്രൈ കടുപ്പത്തിൽ 2 ചായ കൂടെ എടുക്കട്ടെ. 2 സ്ട്രോങ് ചായട്ടാ 5ലേക്ക്. നല്ല മൊരിഞ്ഞ പൊറോട്ട. ഒരു കട്ട. എടാ ഒരു പൊടിക്കട്ടെ. So he has to ആ എത്തിപ്പോയി. meet that other guy, right? 20 കൂടെ അയ്യോടാ മോനെ 2000 രൂപയ്ക്ക് ചേഞ്ച് ഇല്ലല്ല. രാവിലെ കട തുടങ്ങിട്ടേ കച്ചവടമായി വന്നുള്ളൂ. അയ്യോ ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ ചേട്ടാ. ചേട്ടാ ഏസ് മണി ആപ്പ് ഉണ്ടോ? ആ അതെവിടെ ഉണ്ട്? ഇവിടെ സ്കാൻ ചെയ്തോ. എന്തുവാ ഏസ് മണി എന്തുവാ? എടാ മറ്റേ ATM വീട്ടിൽ കൊണ്ടുവന്ന് പൈസ തരുന്ന ആൾക്കാരില്ലേ, അവരുടെ പുതിയ ആപ്പാണ്. ഇതാ കണ്ട, ഇതിങ്ങനെ എടുക്കുക. അപ്പോൾ ഇവരുടെ ആപ്പ് തന്നെ വേണമല്ലേ? എടാ ഇവർ ആപ്പ് തന്നെ വേണമെന്നില്ല. മറ്റേത് ആപ്പാണെങ്കിലും വേറെ ഏത് UPD വെച്ചാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇങ്ങോട്ട് നോക്ക്, കണ്ട. Nice integration. ഇങ്ങോട്ട് They നോക്ക്. really do very 10. smooth brand Send. integrations. ആ പ്രോസസ്സിങ്. ചേട്ടാ വന്നോ? ആ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഫോൺ ബില്ലും കറണ്ട് ബില്ലൊക്കെ ഇതിനകത്തോട് കിടക്കണം. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ കാശ് വെച്ച് കൊടുക്കാം. എടാ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വൗച്ചറോ നമുക്ക് കിട്ടും. ഇത് നമുക്ക് അടുത്തുള്ള കടയിൽ കൊടുത്ത് മാറിയെടുക്കാം. പിന്നെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു ചേട്ടാ. ആ എന്നാ പിന്നെ ഇടയ്ക്ക് ഇറങ്ങട്ടാ. ശരി ചേട്ടാ, കാണാം. ശരി. Okay, so he's here to eat. ആ സാറേ സിബിയെ നേരത്തെ ആണല്ലോ. മുട്ടയ്ക്കാൻ വരെ പോകാം. ഇവിടെ എന്താ സാറേ വേണ്ട? എടോ ചൂടോടെ എന്തുണ്ട്? ചൂട് പൊറോട്ട അടിയുണ്ട്. പൊറോട്ട വേണ്ട, പ്രശ്നമാണ്. ചപ്പാത്തി ഉണ്ടോ? ആ ചപ്പാത്തി ഉണ്ട്. ഒരു 3 ചപ്പാത്തി ചൂടോടെ. ഇവിടെ ചപ്പാത്തി കൊടുത്തോ 2 എനിക്ക് വേണ്ട സാറേ. 2 ചപ്പാത്തി കഴിച്ചോടോ. അല്ല എനിക്ക് വേണ്ട സാറേ, എനിക്ക് പൊറോട്ട. ഓട്. പൊറോട്ട ആകുമ്പോൾ എളുപ്പം തൊണ്ടെന്ന് ഇറങ്ങുമല്ലേ. കറി എന്താണ് സാറേ? മീൻകറി എന്തെങ്കിലും ഉണ്ടോ? മീൻ കറി ഉണ്ട്. നമ്മൾ സ്പെഷ്യലി കലക്കാച്ചി ഉണ്ട്. എടുക്കട്ടെ? ആ എടു. ഇവിടെ കലക്കാച്ചി എടുക്കാമല്ലോ. Okay. The problem അവിടെ starts special now. ഒന്നുമില്ല. വേറെ സാധാ കറി എന്താ ഉള്ളത്? മുട്ടക്കറി ഉണ്ട്. അതല്ല മുട്ട മാറ്റിയിട്ട് കറി കൊടുത്തു. പുള്ളിക്കറി. ഓ കള്ളനൊക്കെ ഉള്ളിക്കറി മതി. കള്ളാന്ന് വിളിക്കല്ലേ സാറേ.
ആ സോണി നീ എത്തിയോ മോനെ? ഞാനകത്തുണ്ട്, നീ ഇങ്ങോട്ട് വരുന്നോ? ആ എന്നാ നിൽക്കി, ഞാൻ കൈ കഴിച്ചും വരാം. എന്റെ കൊല ഓ, താക്കോല് മാറിപ്പോയി. അല്ല ഇവിടെ പറഞ്ഞ ആണ്ട വരുന്നു, നീ ഇവിടെ നിൽക്കി. സാറേ കലക്കാച്ചി ചപ്പാത്തി Where is this headed? ഉള്ളിക്കറി ഇവിടെ എന്താ വേണ്ടത് പറഞ്ഞോ. ഒരു ചായ. ചായ മാത്രം മതിയാ, കഴിക്കാനൊന്നും വേണ്ടേ? ഏയ് കഴിക്കൊന്നും വേണ്ട, ചായ മാത്രം മതി. സാറേ നമ്മുടെ സ്പെഷ്യൽ കലക്കാച്ചി റെഡി ചെയ്യണ്ടാ. കുറച്ചേരം കഴിഞ്ഞ് തിരക്കായി കഴിഞ്ഞ് ചോദിച്ചാൽ സാധനം കിട്ടൂല, അത്രക്ക് ഡിമാൻഡാ. കലക്കാച്ചിയാ? അതെന്തുട്ടത്? അത് മീൻ വെച്ചുള്ള നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ആ മീൻകറി. ഇത് സാധാരണ മീൻകറിയല്ല, അമ്മിക്കല്ലിൽ അരച്ച് നമ്മുടെ സ്പെഷ്യൽ അരപ്പെടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനിൽ തേച്ച് പിടിപ്പിച്ച് പൊരിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇതിങ്ങനത്തെ ഒരു ചട്ടി കൊണ്ട് അങ്ങോട്ട് വെക്കും. അതിൻ്റെ അകത്തേക്ക് ചുവന്നുള്ളി നമ്മുടെ ഒരു സ്പെഷ്യൽ മിക്സും കൂടി വഴറ്റി പെരട്ടി നല്ല പുള്ളി പിഴിഞ്ഞുണ്ടാക്കുന്ന കലക്കാച്ചി മസാല ഉണ്ട്. അത് വെച്ചിട്ട് അങ്ങോട്ട് ഇതിലേക്ക് നല്ല പച്ച മാങ്ങയും So മുരിങ്ങാക്കോലും this is how you sell. This is how you sell your special dish. Okay, good. തേങ്ങാപ്പാല് പിഴിഞ്ഞിങ്ങനെ കുറുക്കി ഉണ്ടാക്കുന്ന മീൻകറി കൊണ്ടുവന്ന് അതിന് ചുറ്റും ഇങ്ങനെ ഒഴിക്കും. ഇതാണ് നമ്മുടെ കലക്കാച്ചി. എടുത്തോ. കൂടെ കഴിക്കാൻ എന്താ വേണ്ട? കൂടെ കഴിക്കാനിപ്പോ നല്ല മുരിഞ്ഞ എടുത്തോ. ഇവിടെ 3 പൊറോട്ട ഒരു കലക്കാച്ചിയും കൂടെ. ബിജുവേ എഴുതിയേരെ. Okay, so he's a regular there. സോണിയേ എന്നാ ഉണ്ടറാ? ഓ സുഖം. ഇത് മുട്ടയ്ക്കാൻ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ആ ജോസി എന്നോട് പറഞ്ഞായിരുന്നു. കൊണ്ട് കൊടുത്തേക്കാം. ആ ശരി. നീ ഇപ്പൊ വലിയ സെറ്റപ്പ് ആയി പോയല്ലോ. ഓ അങ്ങനെയൊന്നുമില്ല. അങ്ങനൊന്നും ഇല്ലേ? I think Krishna Chandra, sorry, tutti mixed in this gravy. Whatever that thing was. കലക്കാച്ചി 3 പൊറോട്ട. വേറെ എന്തെങ്കിലും വേണേ പറയണേ. എന്താ സാറേ? ഒന്നുമില്ല. Oh. എന്താ സാറേ? സാറേ എന്ത് പറ്റി സാറേ? ഞാനൊന്ന് കക്കൂസി പോയിട്ട് വരാം. He's actually the thief. Oh man. Okay. കുഴപ്പമില്ലല്ലോ. And Jeevan's character also had the kalakachi, right? ഇതെന്തുട്ടത്? എന്തു ചേട്ടാ? തന്റെ ഫ്രഷ് മീൻ കഴിച്ചിട്ട് എനിക്ക് എന്റെ വയറുരുട്ടിയായിട്ട് പാടില്ല. ഈ സാധനം കേടാണ്. അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. ഞങ്ങൾ രാവിലെ കൊണ്ടുവന്ന മീനാണിത്. ഏത് രാവിലെ? മിനിഞ്ഞാന്ന് രാവിലെ. എനിക്ക് കള്ളം പറഞ്ഞ ആവശ്യമൊന്നുമില്ല. ഈ സാധനത്തിന് എന്ത് കുഴപ്പമുണ്ട്? താൻ കഴിച്ചു നോക്ക്. He's the thief. He's smart. ചേട്ടാ, ചേട്ടന് കലക്കാച്ചി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കണ്ട. വേറെ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞങ്ങൾ എനിക്കൊരു കോപ്പും വേണ്ട. താൻ അത് ഈ കാര്യത്തിൽ തീരുമാനമാക്കി. പ്രശ്നം ഉണ്ടാക്കില്ല. ആൾക്കാർ കേക്കട്ടാ. നീ തള്ളി തന്നടാ ഞാൻ ഈ സാധനം വാങ്ങി. ഞങ്ങളുടെ സ്പെഷ്യൽ എന്റെ പൊന്നു മോനെ നീ കേക്കണം. ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ നിക്കണോന്ന് പറഞ്ഞത് കളക്കാച്ചി പിളിക്കാച്ചിനെ തിന്നോടല്ലോ. ഓരോ തട്ടിപ്പായിട്ടൊക്കെ നമ്മളെ പറ്റി കേട്ടേ. അത് മാത്രല്ല വയറുരുട്ടിയായിട്ട് പാടില്ല. അത് ചോദിച്ചു പറയണേ. ഞാൻ ഒരു വരുത്തനെ വെച്ചിട്ട് അവന്മാര് കളി കളിക്കണം. ഞാൻ ആരാന്ന് അവന്മാർക്ക് അറിയില്ല. മക്കൾ തമ്പാറ്റിന്ന് കേട്ടില്ല. എത്രണ്ണം കൊടുത്താൽ സാധനം എടുത്ത് കളഞ്ഞേക്ക് കേട്ടാ. സ്പെഷ്യൽ തൽക്കാലം മോനോടേക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നീ ഒന്നും പറയണ്ട. So Anu's character Jeevan and Kiran, it's the three kalakachi stores. Oh. ബഹളം വെക്കും
ബഹളം വെച്ചിട്ട് ആൾക്കാർ അറിയട്ടാ. നിന്റെ പരിപാടി ഞാൻ നിർത്തി തരാം. നീ എത്ര വരെ Arjun be like, see you later. Bye bye. സ്പെഷ്യൽ ആയിട്ട് കേട്ടോ. He's gone. Jeevan's stomach is like he's still okay. So which was the third person who got served kalakachi, huh? I thought it was him. Okay, so it's not him, somebody else. അവൻ കൈതവളം എത്തുന്നതിന് മുന്നേ നമുക്കെത്താം. അവിടുത്തെ അവനെ പിടിക്കാൻ സാറേ. വേറെ വഴിയൊന്നുമില്ല സാറേ. അവന് കൈതവളം വരാണ്ട് പോകാൻ Wow, nice place. Oh no, he had it. He had it, yes. He's having stomach problems. സാർ വയറിലെ ഏതാണ്ട് പോലെ എന്താ പോലെ ഒന്നുമില്ല. താഴ്ന്ന് വേഗം പോയേ. അവൻ പോകും കേട്ടാ. സാറേ നമുക്കേ വണ്ടി ഒന്ന് ഒതുക്കിയാലോ? അയ്യോ എനിക്കൊന്ന് കക്കൂസി പോണം. അതൊന്നും ഇപ്പൊ പറ്റുന്നില്ല. ഇപ്പൊ വണ്ടി നോക്കി അവനവന്റെ പാട്ട് നോക്കട്ടാ. ഇതും ഇപ്പൊ പോവും സാറേ. കുലുക്കല്ലേ 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 സാറും കൂടെ കുലുക്കല്ലേ. കുലുക്കിയപ്പോ പോവും. നമുക്ക് അവിടെ ചെന്നതിന് അല്ലെങ്കിൽ അവനെ Oh, ടെൻഷൻ നോക്കല്ലേ സാറേ. ഇയാളോട് പറഞ്ഞ മനസ്സിലാ തനിക്ക് ഏത് നേരത്താണോ അത് കേൾക്കരുത്. He'll stop it. വണ്ടി പോകണോ? He'll take the auto. Oh. കണ്ടെത്തി മാഞ്ഞവനെവിടെ കൂട്ടം ചിതറിത്തിരയവേ തേടുന്ന വഴികളിലെല്ലാം ഓരോ പഴുതുകളടയവേ. കണ്ടെത്തി മറഞ്ഞവനിവിടെ കയ്യിൽ നിന്നും വഴുതവേ ഓടുന്ന വഴിയുടെ കുറുകെ ഓരോ കണികൾ നിരനിര തേടുന്നേ വേഗമില്ലാതെ എവിടെ കെട്ടിപ്പെടാൻ പോകുന്നേ
കൈക്കൂട്ടു തകർത്തവനിനി കാക്കിയതൊരു കരയാകുമോ ഗതിയില്ലാതെ വഴി എന്തൊരു വിധിയും കേൾക്കണേ തടിയൂരാൻ ദൈവമേ മുന്നിൽ ഒരു വഴി ഇന്നിതു കാട്ടണേ ലെവലേ നേരമേറാതെ ഈ തലവേദന മാറ്റണേ Car is gone, auto is gone. Woo! Oh, nice. The ending was amazing. The ending was just amazing. Ace money. All right, let me stop this. Really nice character introductions. Firstly, let me just touch upon various aspects over here and let me just open. Oh, final part releasing on 1st Jan 5 p.m. I am telling you beforehand only, guys. I think after recording this, the next video that'll be I'll be able to shoot not on 1st Jan for sure, not on 2nd Jan. I don't think third also not possible. 4th Jan. 4th Jan, I'm telling you now only, before, like, you know, you start posting from 1st Jan itself that, oh, new video has come up, please react. 4th Jan, I'm giving you the date now only. 4th Jan is the day where I will be able to shoot, you know, record the reaction for this. So yes, telling you beforehand. This is directed by Arjun. This is what I want to see. Who directed this? So directed by Arjun. Associate director is Jeevan. Okay, cool. And story and dialogues, entire Karika team. So firstly, I just want to say that the entire production looks absolutely fabulous. This is a huge step up from Star. I'm just comparing from Star because Star was the the last one. So just sketch to sketch, So I think overall the way it looks, it completely doesn't even look like a sketch now. This is a movie and this is half an hour long. So I am guessing the finale, if it is say half an hour or something, so it's like a short film only. This is like a short film only, and I love that how much they have stepped up their production. Looks great. The visuals completely kept me hooked because it looks so beautiful. Like from the first roll itself, where the food was getting prepared, the kalakachi recipe was getting prepared, it looked absolutely tempting. That's the first thing which came in my mind, like, oh my god, this looks so tempting. So I like how I was wondering how the story is going to happen and what is going to be the main crux of the story. So we have 2-3 things going on parallelly. One is, of course, the competition between the two restaurants. That is one thing. The second thing is, of course, that Benny and even Jeevan's character, they have to give money to Tamban. That's the second plot. The third one, of course, the auto is missing, so he has to retrieve the auto, and the car is missing, so Kiran's character has to retrieve the car. The fourth is between the police and the thief. So there are like literally 4 parallel storylines going in. Oh, the fifth is, of course, he needs to collect the money also, and there is a parcel which of course he had to deliver to this person. So okay, there are too many things going on, but I loved how everything, like every kind of subplot was set up in this part. Ending part, like initially, of course, it was just character introductions and stuff, but the ending, like the last 10 minutes were just so cool, I loved it. Very well directed, shot very well, cinematography is fantastic, and I want to actually give a special mention to the BGM person, whoever has composed it. Music, BGM and final mix. So Charles Nazarat, because the song also at the end, that was also very nice. But specifically the BGM was amazing. Oh, lyrics by Arjun Ratan. Wait, so the lyrics of the song is by Arjun. Wow, I didn't know. Talented guy. This is such a huge step up from Star. I had mixed feelings for Star. Like, I was like, okay, fine, it's nice and it's Karika, so I'm anyways, seeing these guys are making me happy. But sketch-wise, oh, this is amazing. This is like a proper film plot. Like a short film plot.
Oh man, fantastic, fantastic. Everybody is acting so well. Jeevan is looking very different here. He's looking like in a good way, I'm saying, in a good way. And specifically, the actor who caught my attention this time is the actor who plays the role of Tamban. I think his screen presence was absolutely commanding. Like, he had this aura. I was intimidated the way he was looking at the camera, his expressions, the makeup given to him, the way he's delivering the dialogues. He was the show stealer here, guys. For me, this time, I don't know what's his name. Please let me know in the comments. But this time, it was Tamban who was completely commanding attention from, as an audience. From me, he completely caught my attention, and he delivered his lines, his role, his character with absolute perfection. I am really eager to see how Tamban's final character arc, because I think everything is going to get culminated and concluded, and like Tamban's whatever arc is going to be there, I feel that is going to be the conclusion at the end. That's what I feel. So yes, finally after so long, I'm so happy. Like, I think with the span of this released on 25th, first we are getting the part 2, and I'm hoping after this frequently we keep getting Karik's sketches. I'm very, very excited. I'm so happy. Whenever Karik releases any sketch, it's happiness for me. It's like pure joy. It's pure joy from my end. And yes, that was the reaction to Kala Kachi. The recipe looks amazing. Is it like an actual, like, I'll search for it. I don't know if it's there or not, because I would love to actually cook it. It looks great. It looks actually amazing, so tempting. When the initial roll was happening, when they were preparing this meal, the dish, not the meal, when they were preparing this dish, I was wondering, wow, I would love to cook this myself, because I love fish, firstly. So yeah. And yes, so I'll end the video here, and I hope you guys enjoyed this reaction. Let me know your thoughts on this first part, and what are your theories? What do you think is gonna happen in the second part? Have you guessed anything out? So let me know in that in the comments below. So yep, with that, I will end the reaction here, signing off now, and I will see you soon on my next video. Bye.